ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ഏകദേശം ടോമി സാർ പറഞ്ഞാൽ ഒരു 50 വർഷം പുറകോട്ട് നമ്മുടെ റീവൈൻഡ് ചെയ്തു. 50 വർഷം പുറകോട്ട് റീവൈൻഡ് ചെയ്തപ്പോഴാണ് നമ്മൾ അന്ന് കാണിച്ചിട്ടുള്ള കുസൃതരങ്ങളും പലതും നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ മിക്കവാറും ഒരു അൽബ് ടീം എന്ന് പറഞ്ഞൊരു ടീമുണ്ട്. അന്ന് ഷെല്ലിയുണ്ട്, ഞാനുണ്ട്, പിന്നെ നമ്മുടെ സണ്ണിയുണ്ട്, നമ്മുടെ അങ്ങനെ കുറെ ആളുകളുണ്ട്. പിന്നെ നമ്മുടെ ആശ എന്ന് പറയുന്ന ഇന്ന് ഇവരുടെയൊക്കെ ഒരു ഇതിലാണ്. അപ്പൊ സുരേന്ദ്രൻ. അപ്പൊ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇവിടെ വിദ്യാഭ്യാസം നടത്തിയത്. ഇതിൻ്റെ അകത്തൊരു ടേണിംഗ് പോയിന്റ് വന്നത് ഈ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഭയങ്കര വികൃതിത്തരമാണ്. അപ്പൊ നമ്മുടെ പുത്തംകുളത്ത് സാർ, പുള്ളിനെ എപ്പോഴും നമ്മളിങ്ങനെ കളിയാക്കി പുള്ളി പഠിപ്പിക്കാൻ വരുമ്പോൾ. അപ്പോൾ പുത്തംകുളത്ത് സാർ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, പുത്തംകുളത്ത് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹം സാറിന്റെ കണ്ണിക്കടി ഇങ്ങനെ കണ്ണീര് ഒഴുകുന്നുണ്ട്. എടാ, ഞാൻ നിന്റെ മൂത്ത ചേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട്, നിന്റെ ചേച്ചിമാരെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അവരാരും ഇങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നീ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു ചോദ്യമാണ് സാറിനോട് ചോദിച്ചത്. അന്ന് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചൊരു ദിവസമായിരുന്നു. അതിനുശേഷം എൻ്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വന്നു. അതേസമയത്ത് തന്നെ അന്ന് ഏതെങ്കിലും സാറ് പിടിച്ച് 2 അടിയെ വെച്ച് തന്നെങ്കിൽ ഇയാളോടുള്ള വിരോധം നമ്മൾ തീർക്കാനായിട്ടുള്ള അടുത്ത പരിപാടിയായിരിക്കും. എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ ആ ഒരു മനോഭാവത്തിലുണ്ടാക്കുന്ന ഒരു മാറ്റം, വിദ്യാർത്ഥിയിലുണ്ടാക്കുന്ന ആ മാറ്റം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാനന്നിവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഇവിടെ അന്ന് ആദ്യമായിട്ട് SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 1972 എന്ന് തോന്നുന്നു, 72 തോന്നുന്നു ആദ്യത്തെ വിദ്യാർത്ഥി സമരം സ്കൂളിൽ നടത്തിയത്. വന്ന സാറുമാരെല്ലാം ഭയങ്കര എതിർപ്പാണ്. അന്ന് SFI കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ആളുകളെല്ലാം ഏതാണ്ട് ഈ ഭയങ്കര എതിർപ്പുള്ളൊരു കാലഘട്ടമാണ്. മാത്രമല്ല ഇച്ചിരി സമ്പത്തുള്ളൊരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും പിള്ളേർ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എതിർപ്പാണ്. ഞാനെങ്ങനെ അന്ന് വളരെ ആകർഷണമായി ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ സമരത്തിനെതിരായിട്ട് ഇവിടെ ഭയങ്കര ഒറ്റയടി സ്കൂൾ വിടത്തില്ല. ഞങ്ങൾ സ്കൂൾ പിടിക്കാൻ വേണ്ടി ലാസ്റ്റ് ബെഞ്ച് ഡെസ്കും എല്ലാം ഉരുട്ടി ചാടിച്ച് എന്താണെങ്കിലും അന്ന് ക്ലാസ് വിടും. പിന്നെ അങ്ങനെ നിരവധി അന്ന് 70കളിൽ നമുക്കറിയാം, നമ്മളിവിടെ പഠിച്ചോണ്ടത് 70കളിലാണ്. 70കളെന്ന് പറഞ്ഞാൽ കേരളത്തിൽ സമരത്തിനൊരു വേലിയേറ്റ കാലഘട്ടം. അപ്പൊ അങ്ങനെ അതിനുശേഷം പിന്നെ ഇവിടെ നടന്നിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ അറിയാം. അന്ന് അതിനുശേഷം ഞാനൊക്കെ സ്കൂളിൽ നിന്ന് പോയതിനു ശേഷം ഇവിടെ സമരം നടത്തിയ വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റില് ഗുഡ് എന്നുള്ളതിന് വരെ സാറ്റിസ്ഫാക്ടറി എന്നുള്ളൊരു ഒരു കമന്റ് ഉത്തരേശ്വര ടീച്ചറോട് ഇഷ്ടമായിരിക്കുമ്പോഴാണ്. അപ്പോ ഇത് നമ്മുടെ അടുത്ത് വന്നു. നമ്മളപ്പം തന്നെ അതിനെതിരായുള്ള സമരങ്ങൾ തുടങ്ങി. ആ സമരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നീണ്ടു നിന്ന സമരങ്ങളാണ്. അവസാനം ആ SSLC ബുക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് സാറ്റിസ്ഫാക്ടറി എന്നുള്ള കമന്റ് മാറ്റിയിട്ട് വെരി ഗുഡ് എന്നുള്ള കമന്റ് ഇട്ടുപിടിച്ച് പുതിയ ബുക്ക് ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഞാൻ അറിയപ്പെടുന്നത്, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നതും അന്നത്തെ കാലഘട്ടം